നമ്മുടെ ഇവിടെയുള്ള മൽബറിയുടെ ചെടിയാണിത്. ഇത് ഞാനിപ്പം 1 വർഷമായി. കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. 2 കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ്. ഒന്ന് ഇവിടെ വെച്ചു, ഒരെണ്ണം വേറൊരു സ്ഥലത്തും വെച്ചു. അപ്പോൾ ഇതിലിങ്ങനെ ഇങ്ങനെ തണ്ടുകൾ ഇങ്ങനെ നീണ്ട് മേലേക്ക് പോകുന്ന ഉള്ളു. 2 വർഷമെങ്കിലും എടുക്കുമല്ലോ മൽബറിയൊക്കെ കഴിക്കാൻ. പക്ഷേ ഇതിൽ ഇലകളും ഭയങ്കര കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഒരു വളർച്ച ശരിയല്ലാത്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനതിൻ്റെ കമ്പെല്ലാം കുറച്ച് കട്ട് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ അതിൻ്റെ ബ്രാഞ്ചസും എല്ലാം നടുക്കത്തെ കമ്പും എല്ലാം ഞാൻ അതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞ് അതിനൊന്ന് വെട്ടി ഷേപ്പാക്കിയിട്ടുണ്ടേ. പക്ഷേ അതിൻ്റെ ഇലകളെല്ലാം എടുത്തു കേട്ടോ. ഇങ്ങനെ മൽബറി എല്ലാം തോരൻ വയ്ക്കുക എന്നുള്ളത് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കി. ചീര തോറ്റു പോകും കേട്ടോ. അതൊരു ടേസ്റ്റായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെയും മൽബറി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൂടായിരുന്നു. ഇനി ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളിയായിരുന്നു തോരൻ വയ്ക്കാനായിട്ട്. അപ്പം പഴവും കഴിക്കാൻ പറ്റും, ഇല നമുക്ക് തോരൻ വയ്ക്കാനും പറ്റും. അപ്പം ചെടി കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.